അറിയോ? എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ധ്യാനയോഗം മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഈ 6-ാം അധ്യായം, അതിൻ്റെ മെഡിറ്റേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിൻ്റെ മുന്നോടിയായിട്ടുള്ള എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ എന്നുള്ള നമ്മുടെ ഏതൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ തയ്യാറാവണം എന്നുള്ളതൊക്കെ മുൻപ് ഈ അധ്യായത്തിൻ്റെ ആരംഭം മുതൽ പറഞ്ഞു വന്നു. ഇവിടുന്ന് ഭഗവാൻ പറഞ്ഞത്, യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസ്യ സ്ഥിത ഏകാകീ യത ചിത്താത്മാ നിരാശീര പരിഗ്രഹ. എന്താണ്? യോഗത്തെ കാക്ഷിക്കുന്ന, യോഗത്തെ ഇച്ഛിക്കുന്ന ആരാണോ ആ അന്വേഷകൻ, എന്തു വേണം? രഹസ്യ ഏകാകീ സ്ഥിത, ഏകാകീ രഹസ്യ സ്ഥിത. ഒറ്റയ്ക്കിരിക്കാൻ ഒരു വിജനമായ ഒരു ഇടം നമ്മൾ തിരഞ്ഞെടുക്കണം. ആദ്യം ഇത് പരിശീലനത്തിന്, അഭ്യാസത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റൂ. സൈക്കിൾ പഠിക്കുന്നത് പോലെയാണ്. സൈക്കിൾ ആദ്യം തന്നെ നമ്മൾ സൈക്കിൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തിരക്കുള്ള എന്താ പറയുക, റോഡ്, അത് നമുക്ക് ബുദ്ധിമുട്ടാവും. ഒഴിഞ്ഞ പറമ്പിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ വല്ല ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് സൈക്കിൾ പഠിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടില്ല. അതൊക്കെ ആദ്യം ഒന്ന് ലെവലായി സ്റ്റഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചവിട്ടാൻ നന്നായിട്ട് പരിശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, ഈ തിരക്കുള്ള സ്ഥലങ്ങൾ, വഴികളിലൂടെയൊക്കെ സൈക്കിൾ ഓടിക്കാൻ പറ്റും. പിന്നെ മുന്നിൽ ഒരാളെ ഇരുത്തിയിട്ടും പിറകിൽ ഒരാളെ ഇരുത്തിയിട്ടും ഒക്കെ പോവാം. സൈക്കിളിൽ പോകുന്ന ചില ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ നമ്മുടെ ഇതിൽ കണ്ടിട്ട്, നാളികേരം തെങ്ങിൻ്റെ മുകളിൽ കയറാൻ വരുന്ന ആൾ സൈക്കിളിലാണ് വരിക. ആ സൈക്കിളിൽ വരുന്ന ആളുണ്ടല്ലോ, ആ തെങ്ങിൻ്റെ മുകളിലേക്ക് കയറുന്ന ഒരു വലിയ മുളയുടെ ഒരു ഒറ്റ വടിയുണ്ട്, മുള. അതിൻ്റെ തുഞ്ചങ്ങനെ കവരാക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ തെങ്ങിലിങ്ങനെ ചാരി വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കയറിപ്പോവാം. ഒരു ഏണിയാണത്, ഒറ്റ മുളയാണ്. അതിൻ്റെ ഈ അലക് ഇത് ഉണ്ടാവും അതിന്. അത് മുമ്പ് സൈക്കിളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് വരിക. അങ്ങനെ ആരൊക്കെ ഉണ്ട്? സൈക്കിളിൽ പാലൊക്കെ കൊണ്ടുപോകുന്നത്, അതുപോലെ സിനിമാ പോസ്റ്റർ ഒട്ടിക്കാൻ പോണവർ. പണ്ടൊക്കെ സൈക്കിളിൽ ഒരുപാട് പച്ചക്കറി കൊണ്ടുപോകുന്നവർ തലയിലൊക്കെ വയ്ക്കുവേ. തലയിലൊക്കെ വെച്ചിട്ട് സൈക്കിളിൽ കൊണ്ടുപോകും. ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് പറ്റുമോ? പഠിക്കാൻ നേരത്തെ ഈ പറഞ്ഞ വലിയൊരു കോണി അങ്ങോട്ട് തോളിൽ വെച്ചിട്ട് ഓടിച്ചോളാൻ പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അത് അഭ്യസിച്ചാൽ, അതിൻ്റെ എല്ലാ ഇക്കുമത്തും പിടികിട്ടിയാൽ പിന്നെ നമുക്ക് എന്താണ്, എവിടെയും ആവാം. ഇത് തന്നെയാണ് ഈ മെഡിറ്റേഷൻ്റെതും. അത് ആ കല നമ്മൾ സ്വായത്തമാക്കിയാൽ പിന്നെ ഏത് നാൽക്കവലയിലും നമുക്കത് സാധ്യമാണ്. അപ്പോൾ ആരംഭത്തിൽ നമുക്ക് എന്തു വേണം? ഇത് ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് പറയുന്നു, യോഗാരൂഢൻ, ഈ സത്യവുമായി താതാത്മ്യം പ്രാപിക്കാൻ ഇച്ഛിക്കുന്ന അവൻ യോഗി, രഹസ്യ ഏകാകീ സ്ഥിത യഥചിത്താത്മാ നിരാശീഹി അപരിഗ്രഹ സതതം ആത്മാനം യുഞ്ജീത. എന്താ? യഥചിത്താത്മാ, അന്ധകരണ വൃത്തികളെ അടക്കേണ്ടതുണ്ട്. ഇത് മെഡിറ്റേഷൻ ചെയ്യുന്നതേ എനിക്ക് അത് കിട്ടും ഇത് കിട്ടും, എൻ്റെ മുന്നിൽ ഇപ്പോൾ ആരോ വന്ന് രംഭ, തിലോത്തിമ, ഉർവശി ഇവരൊക്കെ വന്ന് ഡാൻസ് കളിക്കും എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ ഇതിനെ ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ അതൊന്നും നടക്കില്ല. പണ്ട് ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചതുപോലെ, ഗുരു, ഞാൻ ഈശ്വരനെ അന്വേഷിക്കാൻ പുറപ്പെട്ടാൽ എനിക്ക് ഭക്ഷണം കിട്ടുമെന്ന്. ഗുരു പറഞ്ഞു, കിട്ടൂല എന്ന്. അപ്പോൾ ഗുരുവല്ലേ പറഞ്ഞു, ഈശ്വരനെ അന്വേഷിക്കുന്നവന് അവൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും, ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന്. ഇപ്പം എന്താ ഇങ്ങനെ പറയണത്? അപ്പോൾ ഗുരു പറഞ്ഞു, അത് ശരിയാണ്, ഈശ്വരനെ അന്വേഷിക്കുന്നവന് ബാക്കി കാര്യം കിട്ടും. നീ അന്വേഷിക്കുന്ന എന്താ? എനിക്ക് ഭക്ഷണം കിട്ടുമെന്നല്ലേ. അത് കിട്ടാൻ ഒരു ഉറപ്പുമില്ല എന്ന് പറയുന്നു. നമ്മളതാണ്, എൻ്റെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നാണ് ചോദ്യം. അതുകൊണ്ട് അതെല്ലാം മാറ്റിവെക്കണം. എന്നിട്ടാണ് എന്താണ്? സതതം ആത്മാനം യുഞ്ജീത, എപ്പോഴും നമ്മുടെ സ്വരൂപത്തെ ധ്യാനത്തിന് പുറപ്പെടേണ്ടത്. എന്തൊക്കെയാണ് വേണ്ടത്? അതിൻ്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് പറയുന്നു.
11ഉം 12ഉം ശ്ലോകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കാം. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ നാതൃച്ഛിതം നാദിനീചം ചൈലാജിനകുശോത്തരം തത്രൈകാഗ്രം മനഃ കൃത്വാ യദചിത്തേന്ദ്രിയക്രിയഃ ഉപവിശ്യാസനേ യുഞ്ജ്യാത് യോഗം ആത്മവിശുദ്ധയേ. 6-ാം അധ്യായത്തിലെ ഈ 11ഉം 12ഉം എങ്ങനെയാണ് മെഡിറ്റേഷൻ അതിൻ്റെ ഒരു ഇരിപ്പ് വശങ്ങളെക്കുറിച്ചും അതിൻ്റെ ചിട്ടവട്ടങ്ങളെക്കുറിച്ചും പറയുന്നതാണ്. ബാക്കി കാര്യങ്ങളെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാൻ പോവുകയാണ്. മുമ്പ് പറഞ്ഞിട്ടുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഇരിപ്പ് നമ്മളെ സഹായിക്കും. എന്താ പറയണത്? ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മന നാതൃച്ഛിതം നാദിനീചം ചൈലം അജിനം കുശോത്തരം തത്രൈകാഗ്രം മനഃകൃത്വ യഥചിത്തേന്ദ്രിയക്രിയ ഉപവിശ്യാസനേ യുഞ്ജ്യാത് യോഗം ആത്മവിശുദ്ധയേ. ശുചൗ ദേശേ, ഒരു വൃത്തിയുള്ള സ്ഥലം, അത് വളരെ പ്രധാനമാണ്. നമ്മൾ ഇരിക്കുന്ന സ്ഥലം നല്ല വൃത്തിയായിരിക്കണം. ഇനി അത് കരുതി ഒരുപാട് ഡെറ്റോളിട്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട്, വൃത്തിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താണെന്നറിയോ? വായുവും വെളിച്ചവും കടന്നു വരിക എന്നുള്ളതാണ്. അതായാൽ തന്നെ കുറേ വൃത്തിയാവും. പിന്നെ തീർച്ചയായിട്ടും പൊടിപടലങ്ങളും ഇത്യാദി വൃത്തികേടുകൾ ഉണ്ടാവാൻ പാടില്ല. ഇത് ഇരിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്താണെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക? ശരിയാവില്ല. അതുകൊണ്ട് വൃത്തിയുള്ള ഒരു സ്ഥലം, അതെവിടെ എന്നുള്ളത്, എവിടെയാണോ വൃത്തിയുള്ളത് അവിടെ. അപ്പം ശുചൗ ദേശേ എന്തിനാണ്? തനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്, ആത്മനഃ, തനിക്ക് ഇരിക്കാൻ. ആ ഇരിക്കാനുള്ള സ്ഥലം ഭഗവത്ഗീത പറയുന്നത് എത്ര പ്രായോഗികമായിട്ടാണെന്ന് നോക്കണേ. ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇടയും നൽകാത്ത വിധത്തിലാണ് ഇതൊരു കൃത്യമായിട്ട്, ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക, ഇതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നിങ്ങൾ പെരുമാറുന്ന ഒരു വീടിൻ്റെ ഏതെങ്കിലും സ്ഥലം ഉണ്ടാവും, വീട് മുഴുവൻ വൃത്തികേടായിട്ടല്ലല്ലോ കിടക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു വൃത്തിയുള്ള സ്ഥലം നിങ്ങളിതിനു വേണ്ടി കണ്ടെത്തണം. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലം വൃത്തിയാക്കി വയ്ക്കണം. അങ്ങനെ 2 കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ചെയ്യാം. എന്തായിരിക്കരുത് പറയുന്നു? നാത്യുച്ഛ്രിതം, അത് അധികം മുകളിലാകരുത്. ഇത് വാട്ടർ ടാങ്കിൻ്റെ മുകളിലൊക്കെ പോയിട്ട് ഇരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. എന്തിൻ്റെങ്കിലുമൊക്കെ മുകളിൽ പോയിട്ടിരിക്കുക, അത് വേണ്ട. നാദി നീചം, ഇനി വല്ല തെങ്ങിന് കുഴിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പോയിരിക്കുക. നമുക്ക് എപ്പോഴും ഈ ശ്ലോകം ഈ ശ്ലോകം അറിയുമ്പോഴേ നമുക്ക് ആശ്രമത്തിൽ പഠിക്കുന്ന സമയത്തുള്ള കാര്യമാണ് ഓർമ്മ വരിക. ആശ്രമത്തിൽ പഠിക്കുമ്പോൾ ഒരാൾ ഇതേപോലെ അവിടെ ഈ വിദ്വാനെ നോക്കിയിട്ട് കാണാനില്ല. ആശ്രമത്തിൽ പഠിക്കുമ്പോഴല്ല, ശരിയാണ്. അതായത് ആശ്രമത്തിലാണ് സംഭവം. നമ്മുടെ കോഴ്സ് നടക്കുന്ന ശങ്കരനിലയത്തിലാണ്, ശങ്കരാചാര്യസ്വാമികളുടെ അമ്മാത്ത് ആദിശങ്കര നിലയം എന്ന് പറയും. അവിടെയാണ് ഈ സംഭവം. അവിടെ പണ്ടൊരു ഈ യുവകേന്ദ്രയുടെ, നമ്മുടെ ചിന്മയ യുവകേന്ദ്രയ്ക്ക് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് സ്വാമിജിയുള്ള സമയത്ത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നിന്നൊക്കെ ഉള്ള എല്ലാ ഭാഗത്തു നിന്നുള്ളവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു വിദ്വാൻ, അത് പാലക്കാടുള്ളതാണ്. അപ്പോൾ ഇയാളെ കാണാനില്ല, ഭക്ഷണം കഴിക്കാനും നോക്കിയിട്ട് കാണാനില്ല.
രാവിലെ കണ്ടില്ല, ഉച്ചയ്ക്കും കണ്ടില്ല. എവിടെ പോയി ഇയാൾ പോയോ? അപ്പോൾ അവിടെ ഈ പശുവിനെയൊക്കെ നോക്കുന്ന ഒരു സ്ത്രീയുണ്ട്. അവർ പറഞ്ഞു, ഇങ്ങനെ കൂട്ടത്തിലൊരാൾ അവിടേക്ക് പോണത് കണ്ടിട്ടുണ്ട്, അവിടെ കുറച്ച് നേരമൊക്കെ അവിടെ തിരിഞ്ഞ് കളിക്കുന്നത് കണ്ടിട്ടുണ്ട്, പിന്നെ അയാൾ ഇങ്ങോട്ട് താഴേക്ക് കണ്ടിട്ടില്ല പറഞ്ഞു. അവിടെ ഈ റബ്ബർ കാട്ടുണ്ട്, റബ്ബറൊക്കെ ഉള്ള സ്ഥലമുണ്ട്, റബ്ബറൊക്കെ ഇതാക്കി കിടക്കുന്നത്. അപ്പോൾ ആരോ പോയി നോക്കിയപ്പോൾ ഇയാൾ ആ കുഴിയിലിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണേ, അവിടെ തെങ്ങിനെ കുഴിയെടുത്തിട്ടുണ്ട്, തെങ്ങിനോ എന്തിനോ വേണ്ടി കുഴിയെടുത്തിട്ടുണ്ട്, നല്ലൊരു കുഴിയാണ്. ആ കുഴിയിൽ മൂപ്പര് ഇരുന്നിട്ട് അങ്ങനെ ചാരി ഇങ്ങനെ എന്താ പറയുകയെന്ന് പറഞ്ഞാൽ വിശന്നിട്ട് കണ്ണ് കാണാതെയൊക്കെ ആയിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട് ആൾ. ആശാൻ നല്ല ഉറക്കത്തിലാണ് ഇങ്ങനെ ഒരു കുഴീൻ്റെ ഉള്ളിൽ. അപ്പം നല്ല തണലും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കെപ്പോഴും ഇത് ഓർമ്മ വരും. പിന്നെ അവിടുന്ന് പിടിച്ച് വലിച്ച് എണീപ്പിച്ച് കൊണ്ടുവന്നു ഇയാളെ. എന്താ ഉദ്ദേശം എന്നൊക്കെ നല്ല രസമായിരുന്നു. എന്തായാലും ഇങ്ങനെ ഈ ആരംഭത്തിലെ ചില ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയാതെ വരുമ്പോൾ, അന്ന് ഞങ്ങൾക്ക് സ്വാമിജി ഗീതയിൽ ഈ ശ്ലോകം പറഞ്ഞു തന്നിരുന്നു, നിങ്ങൾ ഇങ്ങനത്തെ ഏടാകൂടങ്ങളിലൊന്നും പോയി ചാടരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ പറയണത്, ശുചൗ ദേശേ നാത്യുച്ഛ്രിതം നാദി നീചം. നാത്യുച്ഛ്രിതം അധികം മുകളിലാവരുത്, നാദി നീചം എന്നിട്ടെങ്കിലും താഴെയുമാകരുത്. എപ്പോഴും നമ്മൾ വ്യവഹരിക്കുന്ന ഒരു പദം അത് നമ്മുടെ എവിടെയാണോ അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മരത്തിൻ്റെ മുകളിൽ ഇനി ട്രീ ഹൗസ് ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ധ്യാനിച്ചു, ഏതെങ്കിലും പാറപ്പുറത്ത് കയറിയിരുന്നു, ഇതൊക്കെ അവസാനം അവിടെ നിന്നൊക്കെ തലകുത്തി താഴെ വീഴുവേ. അതിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഏടാകൂടങ്ങളിലേക്കൊന്നും പോകണ്ടെന്ന് ഗീത തന്നെ പറഞ്ഞത്. എന്നാലും നമ്മൾ പോവുകയാണ് ഗുഹയ്ക്കുള്ളിൽ. ഓരോന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. ഇയാൾ ഇത്രയും കൊല്ലം തപസ്സിലായിരുന്നു. എന്ത് തപസ്? എന്തായാലും ഇവിടെ പറയുന്നു, അധികം ഉച്ചത്തിലോ അധികം ഉച്ചിയിലേക്കും പോണ്ട, അധികം താഴേക്കും പോണ്ട. നാത്യുച്ഛ്രിതം നാദി നീചം ചൈലം അജിനം കുശോത്തരം. ചൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം, അജിനം തോല്, മൃഗത്തിൻ്റെ തോല്, കുശം എന്ന് പറഞ്ഞാൽ പുല്ല്, ദർഭപ്പുല്ല്. അപ്പം എന്തൊക്കെയാണ്? വസ്ത്രം, അതുപോലെ ഈ പറഞ്ഞ മൃഗത്തിൻ്റെ തോല്, മാൻതോല്, ഏതെങ്കിലുമൊക്കെ മൃഗത്തിൻ്റെ തോല്, അതിൻ്റെ മുകളിൽ പുല്ല്. ഇതാണ് അതിൻ്റെ ക്രമം. ഏറ്റവും മുകളിൽ വസ്ത്രം, അപ്പം അതിൻ്റെ അടിയിൽ പുല്ല്, അതിൻ്റെ ഈ തോലും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അതിൻ്റെ മുകളിൽ അത് സ്ഥിരമായിരിക്കണം, ഉറപ്പുള്ളതായിരിക്കണം. അങ്ങനെ ആസനം, ഒരു ഇരിപ്പിടത്തെ തയ്യാറാക്കുക. എന്നിട്ടോ അതിൽ പ്രതിഷ്ഠാപ്യ, അതിലിരുന്നിട്ട്, തത്ര ആസനെ, ആ പീഠത്തിൽ ഇരുന്നിട്ട്, തത്ര ആസനെ ഉപവിശ്യ, ആ പീഠത്തിൽ ഇരുന്നിട്ട് എന്തു വേണം? മന ഏകാഗ്രം കൃത്വ, മനസ്സിനെ ഏകാഗ്രപ്പെടുത്തണം. എന്നിട്ടോ യഥചിത്തേന്ദ്രിയ ക്രിയ, മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും വ്യാപാരങ്ങളെ ആത്മവിശുദ്ധിക്ക് വേണ്ടി യോഗം യുഞ്ജ്യാത്, യോഗത്തെ അഭ്യസിക്കണം. അപ്പം ഇതിൽ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. വൃത്തിയുള്ള ഒരു സ്ഥലം, കുഴപ്പമില്ല സ്വാമി, അതൊന്നും കുഴപ്പമില്ല, അത് ശരിയാക്കാം, ഓക്കെ, അതൊക്കെ ആയി. പിന്നെ എന്താണ്, ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓക്കെ ആവാൻ ബുദ്ധിമുട്ടുള്ളതുണ്ടല്ലോ. നമ്മുടെ പണ്ടാരോ പറഞ്ഞ പോലെ പെർഫെക്റ്റ് ഓക്കെ ആയില്ലല്ലോ, പെർഫെക്റ്റ് ഓക്കെ ആയിട്ടില്ല.
അതിനെന്ത് വേണം? ഇവിടെ മാൻതോല് പറയുന്നുണ്ട്, മൃഗത്തിൻ്റെ തോല്. കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഇപ്പോൾ കിട്ടാൻ. അഥവാ കിട്ടിയാൽ തന്നെ ഫോറസ്റ്റുകാർ പിടിച്ചു കൊണ്ടുപോകും. ഈ ഒരു ദിവസം ഇരിക്കുകയുള്ളൂ, പിന്നെ രണ്ടാമത്തെ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വരും. അപ്പം ഇത് അക്ഷരം പ്രതി നടക്കുന്നതാണോ? ഇനി ചില വീടുകളിലൊക്കെ ഈ മാൻതോലൊക്കെ ഉള്ളത് ഉണ്ടാവാം. അത് വേണമെന്ന് നിർബന്ധമില്ല. എന്തിനാണ് ഈ മൃഗത്തിൻ്റെ തോല് പറഞ്ഞത്? അതൊരു സിമ്പിളായിട്ടുള്ളൊരു സയൻസാണ്, വളരെ ലളിതമായിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ ഇതൊന്ന് പരിശീലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെറുതെ പണ്ടൊക്കെ നമ്മൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉത്സവം കാണാനൊക്കെ, കലാപരിപാടികളൊക്കെ കാണാൻ അവിടെ നിലത്തിരിക്കും. അപ്പോൾ ചിലരൊക്കെ നിലത്തിരിക്കാൻ വേണ്ടി എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഇതൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ട്. ഇതൊന്നും കിട്ടാതെ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മളൊക്കെ അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്ന് ചമ്രം പടിഞ്ഞിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഒരു പൊസിഷനിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ കാല് പിന്നെ അങ്ങോട്ട് എണീക്കുമ്പോൾ അങ്ങോട്ട് നടക്കാൻ പറ്റില്ല, കാല് തരിക്കും. അപ്പം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തോട്ടം ആ ഭാഗത്ത് അങ്ങോട്ട് നിലയ്ക്കും. എന്താ സംഗതി? ഈ ഭൂമി നമ്മളെ അതിലേക്ക് ഇങ്ങനെ ആകർഷിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഈ വെറും തറയിൽ നമ്മൾ വെറും ഭൂമിയിൽ കിടന്നു കഴിഞ്ഞാൽ, സ്ഥിരം അങ്ങനെ കിടക്കുകയാണെങ്കിൽ പിറ്റേന്നൊക്കെ അത് പിന്നെ അങ്ങനെ പരിചയമായി വല്ല കല്ലിലൊക്കെ കിടന്നാൽ കുഴപ്പമില്ല ആവുന്നുണ്ട്. അല്ലാതെ വെറും തറയിൽ കിടന്നു കഴിഞ്ഞാൽ, ഈ രമണ മഹർഷിയൊക്കെ കുറേ ഇരുന്ന് കഴിഞ്ഞപ്പം മൂപ്പരുടെ ശരീരമൊക്കെ ഇങ്ങനെ ഈ തൊലിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ പ്രശ്നമാവും, രക്തോട്ടമൊക്കെ നിലയ്ക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ത്വക്ക് അങ്ങനെയുള്ള ത്വക്കല്ല. എന്നാൽ മൃഗങ്ങളുടെ ത്വക്കോ? മൃഗങ്ങൾക്ക് ഇപ്പോൾ കിടക്കയിലാണോ മൃഗങ്ങൾ കിടക്കുന്നത്? പശു ആണെങ്കിലും ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ അല്ല. അവരുടെ ചർമ്മം, അവരുടെ രോമം, അതൊക്കെ ഈ പറഞ്ഞ അതിങ്ങനെ എത്ര കിടന്നു കഴിഞ്ഞാലും അതിനൊരു പ്രശ്നവുമില്ല. അതുപോലെയല്ല നമ്മുടേത് അതിന് പാകപ്പെടുത്തിയിട്ടുള്ളതല്ല. അതിന് നമുക്ക് എന്തെങ്കിലും കിടക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു 2-3 ലെയർ വേണം. അതേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഈ അങ്ങനെയുള്ള അതിൻ്റെ ആ രക്തോട്ടം നിലച്ചു പോകുന്ന വിധത്തിലുള്ള ആകർഷണങ്ങളൊന്നും ഭൂമിയുമായിട്ടുള്ള അത്തരം സമ്പർക്കങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞ മൃഗത്തിൻ്റെ ചർമ്മം. അതിനൊക്കെ വിധി പറയുന്നുണ്ട്. അതിനെ കൊന്ന് എടുക്കുന്നതായിരിക്കരുത്, അതിന് ഇത്ര ദ്വാരങ്ങളെ ഉണ്ടാകാവൂ, അങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ ഈ വർത്തമാനകാലത്ത് ഈ ധ്യാനം പരിശീലിക്കുമ്പം അതിനൊന്നും പോണ്ട. ഇപ്പം നിങ്ങൾക്ക് പലകയിൽ ഇരിക്കാൻ, നിങ്ങൾക്ക് നന്നായി ഇരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ പലകയുടെ മുകളിൽ, അത് നല്ല പലകയായിരിക്കണം. ഈ സ്ഥിരമാസനം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ആടിക്കൊണ്ടല്ല അതിൽ ഇരിക്കേണ്ടത്. അങ്ങനെ ഗിടുകിട് എന്നൊക്കെ പറഞ്ഞാൽ ആടുന്നതും ഇളകുന്നതും ആയാൽ ശരിയാവില്ല. അപ്പോൾ നല്ല വീതിയുള്ള നല്ലൊരു പലകയുണ്ടെങ്കിൽ ആ പലകയുടെ മുകളിൽ ഇരിക്കാം. ഇനി പലകയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ ദർഭയ്ക്ക് പകരം നമുക്ക് നല്ല പുല്ലുവായ കിട്ടുമല്ലോ. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം നമ്മൾ പറയാം, ബാക്കിയെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതൊന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുൽപ്പായയാണ്. ഈ പുൽപ്പായ എവിടെ കിട്ടും സ്വാമി? പുൽപ്പായ പോലെ പുല്ല് പോലെ കാണുന്ന പ്ലാസ്റ്റിക് പായുണ്ട്, അതല്ല. പുൽപ്പായ ഖാദിയിലൊക്കെ പുൽപ്പായ തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഖാദി ബോർഡിൽ ഒറിജിനൽ പുൽപ്പായ തന്നെ കിട്ടും. ആ ഇടയ്ക്ക് അത് വെയിലത്ത് ഇടണം, അല്ലെങ്കിൽ പൂപ്പ് പിടിക്കും. അങ്ങനെ ഈ പുൽപ്പായ ഒന്ന് മടക്കി നന്നായിട്ട് ഒരു 2ആയിട്ടോ 3ആയിട്ടോ മടക്കി അതിൻ്റെ മുകളിൽ നിങ്ങളൊരു ബെഡ്ഷീറ്റ് ഇടുക. ഈ ബെഡ്ഷീറ്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുതയ്ക്കുന്ന തന്നെ ബെഡ്ഷീറ്റ്, ഇപ്പോൾ രാവിലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷന് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളത് ഇരിക്കുമ്പോഴായിരിക്കും ഈ പുതപ്പ് നിങ്ങൾ വേറെ ആളുടെ പുതപ്പ് എടുത്തിട്ടാണ് അതിൻ്റെ മുകളിലായി ഇരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ പുതപ്പിൻ്റെ ഉടമസ്ഥന്
ദേഷ്യം വരും. അതുവരെ നിങ്ങൾ ആ പുതപ്പ് ഒരൊറ്റ വലിയായിരിക്കും. അതോടുകൂടി നിങ്ങൾക്ക് മോക്ഷവും കിട്ടും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് വല്ലവരും ഉപയോഗിക്കുന്ന അത് ആരുടെ ആണെങ്കിലും ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ കുട്ടികളുടെയോ ആരുടെയോ ഒന്നും അങ്ങനെയുള്ള പുതപ്പൊന്നും എടുക്കണ്ട, ബെഡ്ഷീറ്റ് എടുക്കണ്ട. അല്ലാതെ നമ്മൾ ഉപയോഗിക്കാത്ത സാധനം തന്നെ ഉണ്ടല്ലോ, കീറിയതും അതും ഇതൊക്കെ വൃത്തി ഉണ്ടായിരിക്കണം. അതിങ്ങനെ ഒരുമാതിരിയുള്ള മണത്തോട് പൂച്ച കിടന്ന് അതിലെ കാഷ്ടവും ഒക്കെ കൂടി ആയിട്ടുള്ളതിൽ ഇരിക്കരുത്. അതുകൊണ്ട് വൃത്തിയുള്ള അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കുക. എന്നിട്ട് പറയുക ഇത് ഇന്നതിനാണ്, ഇതെടുക്കരുത്, ഇത് എൻ്റെ കഴിഞ്ഞാൽ നമ്മൾ അത് മടക്കി ചുരുട്ടി മര്യാദയ്ക്ക് വൃത്തിയിൽ വെക്കണേ. അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നായ വന്ന് കിടക്കുന്ന സ്ഥിതിയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളൊരു പായ, കട്ടിയുള്ള വല്ല കമ്പിളി പോലത്തതോ അല്ലെങ്കിൽ നല്ലൊരു ബെഡ്ഷീറ്റ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ വിരിക്കുക. എന്നിട്ടോ അതിലിരിക്കുക. ഈ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ നട്ടെല്ല് നിവർന്നിരിക്കണം. നട്ടെല്ല് നിവർന്ന് നന്നായിട്ടൊന്ന് ഇരിക്കണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എന്താ പറയുക, ഇരിക്കുന്ന ആ ഭാഗത്ത് ഒന്ന് ആ വിരിയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ പായയുടെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി ഇരിക്കുന്ന സീറ്റിൻ്റെ ആ എന്താ പറയുക മൂലാധാരത്തിൻ്റെ ആ ഭാഗത്തൊരു ലെയർ കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുകയും ബാക്കിയൊന്ന് ചെറിയ സ്ലോപ്പ് പോലെ നിൽക്കുമ്പോൾ അത് കറക്റ്റ് ആവുക, ആ പൊസിഷൻ കറക്റ്റ് ആവും. അങ്ങനെ നിങ്ങളുടെ ഇരിപ്പ് ആദ്യം ശരിയാവണം. സുഖാസനം എന്നാ പറയുക. നിങ്ങൾക്ക് അങ്ങനെ സുഖാസനത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടോ, പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ നിലത്ത് ഇരിക്കാൻ തന്നെ പറ്റാത്തവരുണ്ട്. ഒരു കസേരയിൽ നിവർന്നിരിക്കുക. അപ്പോൾ ഈ പായ അടിയിലിട്ടാൽ മതി, കാല് തറയിൽ ഉറപ്പിച്ചങ്ങനെ വെക്കുക. എന്തായാലും നിങ്ങളുടെ ഇരിപ്പ് ശരിയാവണം. കയ്യിലിരിപ്പ് ശരിയാവണം. ഈ മെഡിറ്റേഷനുള്ള ഇരിപ്പ്, കയ്യിലിരിപ്പാണ് കുറച്ച് നേരത്തെ പറഞ്ഞത്. ഈ കുനുമ്പ്, കുശുമ്പ്, കുന്നായ്മ ഇത്യാദികളൊക്കെയാണ് കയ്യിലിരിപ്പ്. അതെല്ലാം കളയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേണം ഇതിന് മുന്നോട്ടേക്ക് പോവാൻ. അങ്ങനെയാണെങ്കിലോ ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ നാത്യുച്ചിതം നാദി നീചം ചൈലാജിന കുശോത്തരം. എന്നിട്ടോ തത്ര അവിടെ മന ഏകാഗ്രം കൃത്വ അവിടെ ഇരുന്നിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കുക. ബാക്കി പുൽപ്പായ ഖാദി ബോർഡിലൊക്കെ പോയിട്ട് സംഘടിപ്പിക്കുക സ്വാമി. ബെഡ്ഷീറ്റ് ഒന്നും കുഴപ്പമില്ല, ആൾക്ക് ഇവിടെ ഇഷ്ടംമാതിരിയുണ്ട്, അതിനൊന്നും പ്രശ്നമില്ല. ശുചൗദേശ അതൊക്കെ നമ്മുടെ വീട് സ്വതവേ നല്ല വൃത്തിയാണ്. അത് സ്വാമി വന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, നല്ല ഉഷാറാണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഞാൻ അങ്ങനെ ഇരിക്കാം, ഇരുന്നു. പിന്നെയോ ഈ മന ഏകാഗ്രം കൃത്വ അതെങ്ങനെ നടക്കും സ്വാമി? ബാക്കിയെല്ലാം കിട്ടുന്നുണ്ടല്ലോ. മന ഏകാഗ്രം കൃത്വ അതിന് എന്തെങ്കിലും വഴിയുണ്ടോ? എളുപ്പവഴി? ഒരു എളുപ്പവഴിയില്ല. ഒരു ഉടായ്പ വഴിയില്ല. ബാക്കി എളുപ്പവഴി എന്നൊക്കെ പറഞ്ഞാൽ ഉടായ്പ വഴികളാണ്. മനസ്സിനെ എങ്ങനെയാണ് ഏകാഗ്രപ്പെടുത്തുക? നമ്മൾ പറഞ്ഞു, മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. ചിന്തകളുടെ സമ്മേളനമാണ്, ചിന്തകളുടെ പ്രവാഹമാണ് മനസ്സ്. രമണ മഹർഷി പറയും, ആജ്യധാരയാ സ്രോതസാസമം. അതിങ്ങനെ നെയ്യ് ഒഴുകുന്നത് പോലെ, നദി ഒഴുകുന്നത് പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ശരിക്കുള്ള സ്വഭാവം പറഞ്ഞാൽ ചഞ്ചലാത്മിക, ഇളക്കിക്കൊണ്ടിരിക്കുന്നതും കുരങ്ങിന് സദൃശവുമാണ്. അപ്പം അവനെ എങ്ങനെയാണ് ഏകാഗ്രം കൃത്വ അറിയുക, ചിന്തകളെയും അറിയുക. കേനോപനിഷത്തിലൊരു മന്ത്രമുണ്ട്, ധ്യാനത്തിൻ്റെ മെഡിറ്റേഷൻ്റെ അത് പറയുന്നതാണ്. പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദതേ ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ അമൃതം. ബോധം പ്രതി പ്രതിബോധ വിദിതം മതം, ബോധം പ്രതി ഉദിച്ചു വരുന്ന ബുദ്ധിസങ്കല്പങ്ങളെ വിശകലനം ചെയ്താൽ, വിശകലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിസങ്കല്പങ്ങളെ, ഓരോ ചിന്തകളെയും നിരീക്ഷിക്കുക. അങ്ങനെ വരുമ്പോഴോ
പ്രതിബോധവിദിതം മതം അമൃതത്വം ഹി വിന്ദതേ ആത്മനാ വിന്ദതേ വീര്യം. നമുക്ക് തന്നെ ഒരു ഉണർവുണ്ടാവും. ആത്മനാ വിന്ദതേ വീര്യം, വീര്യം ഉണ്ടാവും. ആലസ്യത്തിലേക്കല്ല നമ്മൾ പോവുക. ആലസ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അപ്പം നിർത്തണം. അപ്പം ഈ ചിന്തകളുടെ, ഈ ബുദ്ധിസങ്കല്പങ്ങളെ വിശകലനം ചെയ്യുമ്പം ഒന്നിന് പിറകെ ഒന്നൊന്നായിട്ടാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്, ബുദ്ധിസങ്കല്പങ്ങളില്ലാത്ത സമയം. അതിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിക്കണം. പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദതേ. അവിടെ അമൃതത്വം ലഭ്യമാകും. ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ അമൃതം. ആ വിദ്യ കൊണ്ടാണ് അമൃതത്തെ പ്രാപിക്കേണ്ടത്. അതിനെക്കുറിച്ചും ഉപനിഷത്തിൽ തന്നെ പറയും, അവിടെ തന്നെ പറയുന്നുണ്ട്. ഇഹ ചേത വേദീത് അധസത്യമസ്തി ന ചേതിഹ വേദീത് മഹതീ വിനഷ്ടി ഭൂതേഷു ഭൂതേഷു വിജിത്യ ധീര പ്രത്യസ്മാ ലോകാത് അമൃതാ ഭവന്തി. ഇവിടെ ഈ സത്യത്തെ ഇപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തുന്നുവെങ്കിൽ അങ്ങനെ ഒരു സത്യമുണ്ട്. ഇല്ലെങ്കിലോ അങ്ങനെ സത്യമില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടവും, മഹതീ വിനഷ്ടി. അതുകൊണ്ട് എന്താണ്? ഭൂതേഷു ഭൂതേഷു വിജിത്യ ധീരാഹ. ധീരന്മാർ. വിഷയേഭ്യ ദിയം രാതി ഇതി ധീരഹ. വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിച്ചവനാരോ അവൻ ധീരൻ. ആ ധീരൻ അതിനെ കണ്ടെത്തുന്നു. എന്തു വേണം? ഇങ്ങനെ ഒരു വൃത്തിയുള്ള സ്ഥലത്ത് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുക എന്ന് പറയുന്ന ഈ പ്രക്രിയ, അവിടേക്ക് നമുക്ക് പറയുന്നതിന് പരിമിതിയുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് ഏതൊക്കെ വഴി കൂടെ എന്തൊക്കെ കുതന്ത്രങ്ങളിലാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്കെങ്ങനെയാ അറിയാം? അതുകൊണ്ട് നിങ്ങൾ ഈ അതിനെ അലയിൽ നിർത്തണം. പിന്നെ ഈ അലയിൽ നിർത്താൻ എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ നായയെ നിങ്ങൾ കെട്ടഴിച്ചു വിട്ടു, നിങ്ങളുടെ മനസ്സതാണെന്ന് വിചാരിച്ചോട്ടെ. നമ്മുടെ കോമ്പൗണ്ടിലൊക്കെ അത് കറങ്ങി നടക്കുമല്ലോ. നമ്മുടെ കോമ്പൗണ്ടാണ്, കുഴപ്പമില്ല എന്നുള്ളതുപോലെ മനസ്സ് എവിടെയൊക്കെ അലയുന്നു, പോട്ടെ അങ്ങോട്ട് അലയട്ടെ. അത് എല്ലാം അതാണ് ഈശ്വരൻ്റെ, അല്ലെങ്കിൽ ആ ബോധമാണ്. അവിടെയാണ് ഇവനെ അലയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവനെ തടയാനുള്ള പ്രശ്നമില്ല. അപ്പോഴാണ് ഇവന് ഓടാൻ തോന്നുക. ഓടട്ടെ അങ്ങോട്ട്. ഈ ഓടുന്നത് എങ്ങോട്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ്. അതൊക്കെ ഇതാണ്. അതുകൊണ്ടാണ് ആദ്യമേ ആ പരിശീലനം തന്നത്. സമലോഷ്ടാശ്മ കാഞ്ചന എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചത് അതിനാണ്. അപ്പം ഇതിലിങ്ങനെ ഇരുന്ന് ഇതിങ്ങനെ കുറച്ച് അഭ്യസിക്കുക. ആദ്യം ഇരിപ്പ് വശം ശരിയാവട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഈ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ചാടിക്കേറി പറയുക ഇത്യാദി കാര്യം നമ്മളെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കുക. ഇതിനൊന്ന് സജ്ജമാക്കുക നമ്മളെ. അല്ലാതെ ഞാൻ 7:30 മുതൽ 8 മണി വരെ മെഡിറ്റേഷനാണെന്ന് പറഞ്ഞ് നിങ്ങൾ മിലിറ്ററിക്കാരനല്ല ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാൻ. അറ്റൻഷൻ, മെഡിറ്റേഷൻ കരോ, അങ്ങനെ അങ്ങോട്ട് നിവർന്നിരുന്ന് മെഡിറ്റേഷൻ, സമാധി നടക്കില്ല. അതൊക്കെ വേറെ ഓരോ സമാധികളാണ്. ആ സമാധി ഈ സമാധിയായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. അപ്പം ഇതൊന്ന് തുടങ്ങൂ. ഇതിലെന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞു വന്ന് നമ്മൾ ഒരു ഓൺലൈൻ യോഗ ഓഫ്ലൈൻ തന്നെ നമ്മൾ ഫെബ്രുവരി 22 ആശ്രമത്തിൽ യോഗ മെഡിറ്റേഷൻ അത് ക്യാമ്പ് നടക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, അത് നിങ്ങൾക്ക് തരാം. അത് ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് തിരുവനന്തപുരത്ത് സാളഗ്രാമ ആശ്രമത്തിൽ റെസിഡൻഷ്യലാണ് താമസിച്ചുകൊണ്ട് അവിടെ ഈ യോഗയും ഈ ധ്യാനവും പരിശീലനം. അപ്പോൾ നേരിട്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്കത് എവിടെയാണ് പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് തോന്നുന്നത്, അത് നമുക്ക് കുറച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുമല്ലോ. താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞതുപോലെ ഒന്ന് വൃത്തിയുള്ള ഒരു സ്ഥലത്തൊന്ന് ഇരിക്കാൻ ആദ്യം ഒന്ന് പഠിക്കൂ. എന്നിട്ട് മനസ്സിലെ ഈ വിചാരങ്ങൾ ഇതിങ്ങനെ എങ്ങോട്ടൊക്കെയാണ് ഓടുന്നത്, ഏതൊക്കെയാണ് ഇവന്മാരെ ഒന്നിനു പിറകെ ഒന്നായിട്ട് നിരീക്ഷിക്കാൻ പറ്റുന്നുണ്ടോ, ഇതാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലേ. അതുകൊണ്ട് ആദ്യം ഓരോന്നോരോന്ന് നടക്കട്ടെ. ആദ്യം ഇരിക്കാൻ തന്നെ ഒന്ന് ശരിയാവട്ടെ. ഇത് ഇരിക്കുമ്പോഴേ മൊത്തത്തിൽ വേദനയാണെങ്കിൽ അത് ഇരിക്കുന്നതിന് എന്തു വേണം?
അയഞ്ഞ വസ്ത്രങ്ങൾ വേണം. നിങ്ങൾ മുറിയിലാണ്, വേറെ ആരും പ്രശ്നങ്ങളോ കാര്യം ഒന്നുമില്ല, ഒരു മുറിയാണ്, നല്ല വൃത്തിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈവൻ വസ്ത്രം തന്നെ വേണ്ട. അതൊക്കെ ഈ വസ്ത്രമൊക്കെ ഇട്ട് ഇരിക്കുമ്പോൾ കുറച്ച് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതൊന്നും ഇല്ലാതെ ഒഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ. പക്ഷേ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം, ആൾ കയറുന്ന സ്ഥലമോ ഇതൊന്നും ആവരുത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഇരിക്കാൻ എന്നൊക്കെ പറയും, അതാവരുത്. ഇതിപ്പോൾ പിന്നെ നിങ്ങൾ മെഡിറ്റേഷൻ അവിടെ ചെയ്യുമ്പോൾ അവിടെ നിങ്ങളെ മെഡിറ്റേഷൻ കാണാൻ വേണ്ടി ആളുകൾ വരും, അങ്ങനെ ആവരുത്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇത്രയേ ഉള്ളൂ, അയഞ്ഞ വസ്ത്രങ്ങളാവുക. വളരെ ശരീരത്തിന് അങ്ങനെ ഒരു ഇത് തോന്നരുത്, അങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കണം. ഇത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തോട്ടെ, നമുക്കങ്ങനെ ഒരുമിച്ച് ധ്യാനിക്കാം. ആ ധ്യാനം വേറെയാണ്, ഇവിടെ പറയുന്ന ധ്യാനം വേറെ. വേറെ ഏതെങ്കിലുമൊക്കെ ഒരു പോസ്റ്റർ ധ്യാന പരിശീലനം, ധ്യാനം എന്നൊക്കെ കണ്ടാൽ അത് ഇതാണോ എന്ന് ചോദിച്ചാൽ അത് ഇതാവണം എന്നില്ല. അപ്പോൾ ഇതൊന്ന് ശരിയാക്കും. എന്താണ് ഈ 6-ാം അധ്യായം ആദ്യം മുതൽ തന്നെ ഒന്ന് കേൾക്കും. നമ്മുടെ മനസ്സ് എങ്ങനെയാണ് ഇത് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് എന്നെ അനുഭവിക്കുന്ന ഒരു അത് എനിക്കങ്ങനെ എന്നെ അനുഭവിച്ചു ആ ധ്യാനത്തിൻ്റെ മധുരിമ ഒന്ന് അനുഭവിക്കണം, എന്നെ ഒന്ന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന ഒരു തീവ്രമായ ആഗ്രഹമുണ്ടോ? അതോ കൂട്ടത്തിൽ എന്നാൽ നടക്കെങ്കിൽ നടക്കട്ടെ എന്നാണോ? അല്ലെങ്കിൽ ഇത് ജന്മത്ത് എന്തൊക്കെ വെറും തട്ടിപ്പാണ് ഉടായിപ്പാണെന്നാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പോയിക്കോളൂ. ഒരു നിർബന്ധവും ഇതിലേക്ക് ഇല്ലാത്ത ഒന്നാണ്. അപ്പോൾ ആദ്യം അത് എനിക്ക് വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുക. എന്നിട്ട് ഇതിന് ഒരു പരിശ്രമം നടത്തുക. ഇതിന് ചിലവുള്ള പരിപാടിയൊന്നുമല്ല, യാതൊരു വിധത്തിലുള്ളതുമില്ല. ഇതിനു വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതുമില്ല, സിമ്പിളാണ്. അപ്പോൾ ആത്മവിശുദ്ധയെ യോഗം യുഞ്ജ്യാത്, ആത്മവിശുദ്ധിക്കായിക്കൊണ്ട് യോഗത്തെ പരിശീലിക്കണം. തുടർന്ന് എന്താ പറയുന്നത്? കുറച്ചും കൂടെ ഉണ്ട് അനുബന്ധം. സമം കായശിരോഗ്രീവം ധാരയന്നചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാനവലോകയൻ പ്രശാന്താത്മാ വിഗതഭീഃ ബ്രഹ്മചാരിവ്രതേ സ്ഥിതഃ മനഃ സംയമമ്യ മച്ഛിത്തഃ യുക്ത ആസീത മത്പരഃ. ഇതും കൂടെ വരുമ്പോഴാണ് ആ ഭാഗം പൂർണ്ണമാവുക. ഇതൊക്കെയാണ് പറയണത്. സമം കായ ശിരോഗ്രീവം ധാരയൻ അചലം സ്ഥിരഃ സ്വം സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ച അനവലോകയൻ. സമം നേർരേഖയിൽ. എന്തൊക്കെ? കായശിരോഗ്രീവം, ശരീരം, തല, കഴുത്ത്. അതിങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിട്ടൊന്നുമല്ല, സ്റ്റഡിയാക്കി വയ്ക്കണം. നേർരേഖയിൽ സമം കായശിരോഗ്രീവം. എന്നിട്ടോ ധാരയൻ അചലം സ്ഥിരഃ, ഇളകാതെ സ്ഥിരമാക്കി നിർത്തണം. അല്ലാതെ ധ്യാനം എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിലർ കാണാം, ധ്യാനത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെത്തും, പിന്നെ പാട്ട് പാടി അതൊന്നും ധ്യാനമല്ല. ധ്യാനമായിട്ടൊന്നും അതിന് ബന്ധമില്ല. ഇത് പറയുന്നത് ഗീത പറയുന്നതാണ്. വേറെ എന്തെങ്കിലുമൊക്കെ ധ്യാനമാണെന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ട്, അത് അവർ പറഞ്ഞോട്ടെ, നമ്മൾ അതിനിപ്പോൾ തർക്കിക്കാനൊന്നുമില്ല. അത് അവരുടെ ധ്യാനം. പല ജാതി ധ്യാനമുണ്ട്. ധ്യാനം ഒഴിച്ച് ബാക്കി എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉണ്ട്. തമാശയായിട്ട് പറയുന്ന പോലെ. എന്താ പറയുക, കേരളത്തിൽ അല്ല ലോകത്തിൽ എവിടെ പോയാലും മലയാളിയെ കാണുന്നവർ, കേരളത്തിൽ പോയാൽ കാണൂല എന്നതുപോലെ പേരിലുണ്ട് ധ്യാനം, പക്ഷെ ധ്യാനം ഉണ്ടാവില്ല. ഇത് ശ്രദ്ധിക്കും, ഇത് ഗീതയിൽ പറയുന്നതാണ്. എന്താണ്? സമം കായ ശിരോഗ്രീവം ധാരയന് അചലം സ്ഥിരഃ. ധാരയന് വഹിക്കുന്നവനായി, അചലം സ്ഥിരഃ നിശ്ചലനായിട്ട്, സ്വം നാസികാഗ്രം സംപ്രേക്ഷ്യ. സ്വം നാസികാഗ്രം, തൻ്റെ നാസികയുടെ അഗ്രം, മറ്റുള്ളവരുടെ അല്ല. ഇപ്പോൾ മെഡിറ്റേഷനിലൊക്കെ ഗ്രൂപ്പിലൊക്കെ പോയിട്ട് മെഡിറ്റേഷൻ ഉണ്ട്,
അപ്പോൾ മറ്റവരെങ്ങനെയാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്? അങ്ങനെ കണ്ണു തുറന്ന് നോക്കുക. ഗുഹയ്ക്കകത്ത് മെഡിറ്റേറ്റ് ചെയ്യണം, കണ്ണു തുറന്നിട്ട് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്താ പറയുക, ഫോട്ടോ എടുത്ത് നിങ്ങളുടെ സ്റ്റാറ്റസ് ആക്കാനൊക്കെ ആണെങ്കിൽ അതൊന്നും മെഡിറ്റേഷനല്ല. അത് മെഡിറ്റേഷൻ്റെ പേരിലുള്ള നിങ്ങളുടെ ഓരോ കാട്ടിക്കൂട്ടൽ എന്ന് കരുതിയാൽ മതി. അപ്പം സ്വം നാസികാഗ്രം സംപ്രേക്ഷ്യ, നാസികയുടെ അഗ്രം. നാസികയുടെ അഗ്രം എന്ന് പറഞ്ഞാൽ ഏതാ? നമുക്ക് വേണമെങ്കിൽ നാസികയുടെ അഗ്രം ഇതാണെന്ന് പറയാം, പക്ഷെ അതല്ല നാസികയുടെ അഗ്രം. ഗീത പറയുന്ന നാസികയുടെ അഗ്രം ഏതാണ്? മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, ബ്രുവോഹോ മധ്യേ എന്ന്. അതെവിടെയാണ്? ഇവിടെയാണ്. ഇത് നാസികയുടെ അഗ്രമാണ്, ഇതും അഗ്രമാണ്. ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുന്നു. രണ്ടറ്റങ്ങളാണല്ലോ. അപ്പം നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ ബ്രുവോർ മധ്യേ ഇവിടെയാണ് അതിൻ്റെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കേണ്ടത് പറയുന്നതാണ്. അങ്ങനെ നാസികാഗ്രം സംപ്രേക്ഷ്യ, നാസികയുടെ അഗ്രത്തേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിക്കുക. ദിശശ്ച അനവലോകയൻ, മറ്റു ദിക്കുകളിലേക്കൊന്നും നോക്കരുത്. അപ്പോൾ ഇവിടെ കണ്ണ് തുറന്നിട്ട് തന്നെയാണ് ധ്യാനം. കണ്ണടയ്ക്കാം. കണ്ണ് തുറക്കുകയാണെങ്കിലും നിങ്ങളുടെ ധ്യാനം നിങ്ങൾ ഏകാഗ്രപ്പെടുത്തേണ്ടത് ഇവിടേക്കാണ്. അല്ലാതെ മെനക്കെട്ട് താഴെ മൂക്കിൻ്റെ താഴേക്ക് നോക്കിയാൽ തലവേദന, ശക്തമായ തലവേദന തുടങ്ങും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഏടാകൂടങ്ങൾ ഉണ്ടാവും. ഇവിടേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഇതാവും. അവിടെ കണ്ണടച്ചിട്ട് സാവകാശം ഇതൊക്കെ ഇങ്ങനെ ചെയ്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ആദ്യം നമ്മുടെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യണേ. അതിനൊക്കെ വേണ്ടിയിട്ടും കൂടിയാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ദിശഹ അനവലോകയൻ, മറ്റ് ദിക്കുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പായിക്കാതെ, മറ്റു പലയിടത്തേക്കും നോക്കാതെ, പ്രശാന്താത്മാ, വളരെ പ്രധാനപ്പെട്ടതാണ്, മനസ്സിൽ ഈ വിഷയവികാര വിചാരങ്ങളെയൊക്കെ അടക്കിയിട്ട് ബ്രഹ്മചാരി വ്രതേ സ്ഥിത, ബ്രഹ്മചര്യവ്രതത്തെ പരിപാലിച്ചുകൊണ്ട്, ഇന്ദ്രിയ ജയം എന്നത് തന്നെയാണ് ബ്രഹ്മചാരി വ്രതം. എന്നിട്ടോ വിഗത ഭീഹി, ഭയമില്ലാതെ, ഇതെന്തോ ആയി പോവോ എന്ന് പേടിച്ചു കൊണ്ട, മരിച്ചു പോവോ, തട്ടിപ്പോവോ, ഭയമേ ഉണ്ടാകാൻ പാടില്ല. വിഗത ഭീ മനസ്സംയമ്യ, മനസ്സിനെ നന്നായി അടക്കിയിട്ട് മച്ചിത്ത മത്പരായണ, എന്നിൽ ചിത്തത്തെ ഉറപ്പിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ. എവിടെയാണ്? ഹൃദ്ദേശേ അർജുന തിഷ്ഠതി, ഹൃദയാന്തർഭാഗത്ത്, നമ്മുടെ കേന്ദ്രമായി, ചിന്തകളുടെയൊക്കെ ഉത്ഭവസ്ഥാനമായിട്ടുള്ള ബോധത്തിലേക്ക്. മത്പര, എന്നെ തന്നെ പരമലക്ഷ്യം, അതാണ്, ഞാനാണ് ലക്ഷ്യം. എന്നിട്ടോ യുക്ത ആസീത, അങ്ങനെ യുക്തനായി അതിലങ്ങനെ ഇരിക്കണം. ഇതിലെവിടെയൊക്കെ എന്തൊക്കെ വീഴ്ചകൾ ഉണ്ടാവുന്നുണ്ടോ അതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും അത് കറക്റ്റ് ചെയ്യണം. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, യുഞ്ജന്നേവം സദാത്മാനം യോഗി നിയതമാനസഃ ശാന്തിം നിർവാണ പരമാം മത്സംസ്ഥാമധിഗച്ഛതി. അങ്ങനെയാണ് എങ്കിൽ നിയതമാനസഃ യോഗി, ആ മനസ്സിനെ അടക്കിയിട്ടുള്ള യോഗാരൂഢനായ യോഗി, സദാ ഏവം ആത്മാനം യുഞ്ജൻ, എപ്പോഴും നേരത്തെ മുൻപ് പറയപ്പെട്ടതുപോലെ എപ്പോഴും എന്താണ്? ഏവം ആത്മാനം യുഞ്ജൻ, മനസ്സിനെ അതിൽ ഉറപ്പിക്കുന്നവനായിട്ട്, മത് സംസ്ഥ, എന്നിൽ തന്നെ സ്ഥാപിക്കപ്പെട്ട ആ മനസ്സോട് കൂടിയിട്ടുള്ള അവൻ നിർവാണ പരമാം ശാന്തിം അധിഗച്ഛതി, ആ മോക്ഷസാധനമായിട്ടുള്ള പരമമായ ശാന്തിയെ അവൻ പ്രാപിക്കുന്നു. ഇതാണ് വളരെ പറയുമ്പോൾ വളരെ എളുപ്പമാണ്, എന്നാൽ അങ്ങേയറ്റം ദുർഘടവുമാണ്. എന്താണ് ഇതിലെ ദുർഘടമായിട്ടുള്ള കാര്യം? മനസ്സിനെ കൊണ്ടുവന്ന് ഇരുത്തുക എന്നുള്ളതാണ്. മനസ്സിനെ ഇല്ലാതെയാക്കുക എന്ന്, ലോകവുമായിട്ടുള്ള മനസ്സിൻ്റെ ബന്ധത്തെ വിടുവിക്കുക,
മനസ്സുമായിട്ട് കണക്ട് ചെയ്യുക. ഈ പാസ്വേഡ് നമ്മൾ ഈ എയർപ്ലെയിൻ മോഡിലും അല്ലെങ്കിൽ ആ ഡിസ്കണക്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അത് തന്നെയാണ് കണക്ഷനും ഡിസ്കണക്ഷനും. അത് പഠിച്ചാൽ സംഭവം ഇതിൽ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇതുമായിട്ട് അനുബന്ധമായ കുറേ ഏടാകൂടങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഏടാകൂടങ്ങളാണ്. തലയുടെ പിറകിൽ നിന്നിങ്ങനെ ഒരു പ്രകാശം കടന്നു വരും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇന്നെന്നാൾ പിന്നെ കഴിക്കാൻ ചിലത് തരും. അത് കഴിച്ചു കഴിഞ്ഞാൽ ചില ഉത്തേജക മരുന്നുകളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമാണല്ലോ. ഇവിടെ അങ്ങനത്തെ യാതൊരു സാധനവും വേണ്ട. ഭക്ഷണം അത് തന്നെയാണ്, ഭക്ഷണമൊക്കെ ഒരുപാട് കഴിച്ചിരുന്നു കഴിഞ്ഞാൽ ഉറക്കം വരും. അതുകൊണ്ട് ആഹാരം കഴിച്ചിട്ട് അങ്ങനെ മൃഷ്ടാന്ന ഭോജനം കഴിച്ചിട്ട് ഇങ്ങനെ ഏമ്പൊക്കെ വിട്ടിട്ടല്ല ധ്യാനത്തിന് ഇരിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. മിതാഹാരം, ഇതൊക്കെ ഇനിയും വരുന്നുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പരിശീലിക്കാൻ ശ്രമിക്കൂ. ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.